ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പിലേയും കണ്ട പോലെ നമ്മളെ കൊട്ടിയൂർ യാത്ര കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുള്ളൂ. ചെറിയ ജലദോഷം പനിയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് റോഡിലെത്തിയിട്ടാണ് വണ്ടി ഇതാ. അപ്പോൾ വണ്ടി ഇതാണ്. നോവൽ ചെക്ക് ചെയ്യണം. റെയിൻ കോട്ടുണ്ട്, കുടയുണ്ട്, പിന്നെ ക്യാമറ സ്റ്റാൻഡ് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു കൂട്ടുകാരൻ വരാൻ പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞ് ഇപ്പം വരാൻ പറ്റില്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ യാത്ര. 85 കിലോമീറ്റർ ഇടുന്നുണ്ട് ഈ സ്പോട്ടിൽ നിന്ന് കേട്ടോ. കൊട്ടിയൂരേക്ക് 85 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, നോവലും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം മഴയിലും തുടങ്ങുന്നുണ്ട്. എന്നാൽ പോവാം. ഇപ്പോൾ ക്യാമറേൻ്റെ കുറച്ച് അങ്ങെത്തി സെറ്റാക്കാം. ഓക്കെ, നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ അവിടെ നിന്ന് മഴയോടൊന്നും പറയാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ വണ്ടിയിൽ ഓയിൽ ചേഞ്ച് തന്നെ നോക്കാൻ പറ്റിയില്ല, ഓയിലുണ്ടോയെന്ന് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ മഴയായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ തളിപ്പറമ്പെല്ലാം കഴിഞ്ഞ് വിളക്കൈയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ചെങ്ങളായി, ശ്രീകണ്ഠപുരം, ഇരിട്ടി, അങ്ങനെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ മഴ വരുമ്പോൾ ഞാൻ ക്യാമറ ഓഫാക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം, ഒരു ബാറ്ററി ഇല്ലല്ലോ ക്യാമറയിൽ. ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഒന്ന് പുതിയ മേടിക്കാം. ഒന്നാമത് ജോലി തിരക്കായതുകൊണ്ട് എവിടെയൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് ലീവ് ഇട്ടുകൊണ്ടാണ് കൊട്ടിയൂർ യാത്ര തന്നെ നടത്തിയത്. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. പിന്നെ ഒരു കൂട്ടുകാരൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു പിന്നെ ഞാൻ ഇന്ന് വരുന്നില്ല, അടുത്ത ആഴ്ച പോവാം. അടുത്ത ആഴ്ച തന്നെ ഉത്സവം തീരുമെന്ന് പറയാനില്ല. എണ്ണ ഒരു കട്ടേ ഉള്ളൂ, എണ്ണ ഫുള്ളാക്കണം. അത് ശ്രീകണ്ഠപുരത്ത് തന്നെ അടിക്കാം. മഴ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു മഴയായിപ്പോയി. ഇപ്പോൾ സമയം 7:15 കേട്ടോ. ഞാൻ 7 മണിക്കാണ്, 7:45, 6:35, 35, 40 വിട്ടാണ്. അപ്പോൾ നമുക്ക് തിരക്കില്ലാണ്ട് പെട്ടെന്ന് എത്തണമെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങണം. പിന്നെ ബ്ലോക്കാവും, പിന്നെ നമ്മൾ കടത്തിവിടാൻ കുറേ ലേറ്റാവും. അപ്പോൾ ഇന്ന് ഒന്നാമത് ഞായറാഴ്ചയാണ്, അതിൻ്റെതായ തിരക്കുണ്ടാവും. അപ്പോൾ വീഡിയോ ഒക്കെ കുറേ ലെങ്ത്ത് കൂടും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ട കണ്ടിട്ട്.
ഇവിടെ ഒരു പമ്പുണ്ട്, ഇന്ത്യൻ ഓയിൽ. നമുക്ക് ഇവിടുന്ന് ഫുള്ളാക്കാം. പെട്രോൾ ഇല്ലേ? പെട്രോൾ അപ്പം 500 ഫുള്ളാക്കിട്ടാ. എല്ലാം കൊട്ടിയിലൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്നും കൂടി സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്ന് തോന്നുന്നുട്ടാ കൊട്ടിയൂർ. അറിയില്ല ശരിക്ക്. അപ്പോൾ 500 രൂപയ്ക്ക് ഫുള്ളായി. ഇനി ധൈര്യത്തിൽ വണ്ടി ഓട്ടാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നല്ല തിരക്കാണ്. ഞാൻ വണ്ടിയിലിവിടെ വെച്ചു. പാർക്കിൽ തന്നെ വെച്ചിട്ടുണ്ടാ. ചെറിയൊരു സൗകര്യം കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഓരോ കാണാം. മഴയും നല്ല തിരക്കും. ഒരു ഷോപ്പിംഗ് നടക്കുമ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അതെന്തൊക്കെയാണ്? നല്ല സെലക്ഷൻ, ക്വാളിറ്റി ഇതെല്ലാം carry back. Information
ഇവിടെ ലഭ്യമാണ്. പന്ത്രണ്ടിയുടെ കലർന്ന പ്രകൃതിയുടെ ഔഷധ